വണ്ടിപ്പെരിയാർ രാജമുടി ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഏക്കർ കണക്കിന് ഏലം കൃഷി നശിപ്പിച്ചു. പ്രകൃതിക്ഷോഭം ഒരു വശത്ത് കൃഷി ഇല്ലാതാക്കുമ്പോൾ മറ്റൊരു വശത്ത് വന്യമൃഗ ആക്രമണവും. എന്തു ചെയ്യണം എന്നറിയാതെ കർഷകർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ന്യൂ ചെന്നൈ ഷോപ്പിംഗ് ഗൃഹോപകരണങ്ങൾ വണ്ടിപ്പെരിയാറിൽ പ്രവർത്തനം ആരംഭിച്ചു. 180 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ലഭിക്കും എന്നുള്ളതാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകത. വണ്ടിപ്പെരിയാർ സെൻട്രൽ ജംഗ്ഷനിൽ സൂപ്പർ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ ഒരു വശത്തുകൂടി കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കർഷകർക്ക് മറ്റൊരു പ്രഹരമായി വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ഗ്രാമ്പി വനത്തിൽ നിന്നും രാജമുടി ജനവാസ മേഖലയിൽ എത്തിയ 3 കാട്ടാനകളാണ് 4 ഏക്കറോളം സ്ഥലത്തെ ഏലം കൃഷി പൂർണ്ണമായും നശിപ്പിച്ചത്. രാജമുടി പുതുവലിൽ താമസിക്കുന്ന ചന്ദനം എന്ന കർഷകന്റെ വീടിന്റെ മുറ്റത്ത് വരെ എത്തിയ കാട്ടാന തൊട്ടടുത്ത താമസക്കാരായ അയ്യാവ്, അയ്യപ്പൻ, സെൽവരാജ് എന്നീ കർഷകരുടെ കൃഷിയിടത്തിലെ 300ഓളം ഏലം കൃഷികളാണ് നശിപ്പിച്ചത്. 12 மணிக்கு ஆனை வந்துச்சுன்னு சொன்னால் ஆனை வந்துச்சுன்னு நினைக்கல. ஆனால் பயங்கர மழையாக இருந்தது. மழை இருக்கும்போது உள்ளு கொட்டிருச்சுன்னு சொல்லிட்டு நான் வெளியே வந்துடுறேன். ஆனை வந்து மிச்சத்தில் நின்றுச்சு. அதனால் வேண்டி நான் ஆனையை கண்டு பயந்து வீட்டுக்குள்ளே போய் கதை வடிச்சுக்கிட்டு இருந்தேன். ஆனாலும் எனக்கு என்ன செய்யுது, பயங்கர பயமாகி போச்சு. என்னுடைய ஏலம் எல்லாம் நசிச்சு எனக்கு பயங்கர நஷ்டம் ஏற்பட்டிருக்குது. ഞങ്ങൾ ഈ പീരുമേട് പഞ്ചായത്ത് പ്രദേശത്തിലെ 60 കുടുംബം താമസിക്കുന്നവരാണ്. ആന 2 കൊല്ലമായിട്ട് ഇവിടെ വന്ന് ഭയങ്കര അഴിമതി അക്രമം ചെയ്യുന്നുണ്ട്. കൃഷിയെല്ലാം തകർക്കുന്നു. സ്കൂളിൽ പോകുന്ന പിള്ളേർ കൊച്ചു പിള്ളേരുമുണ്ട്. പല ട്രിപ്പ് ഞങ്ങൾ പരാതി കൊടുത്ത് ഒരു നടപടിക്ക് ഇതുവരെയ്ക്ക് എടുക്കുന്നില്ല. 12 കാലമായപ്പോൾ എൻ്റെ ഏലത്തിനകത്ത് കയറിയതാണ്. ഏലമെല്ലാം മൊത്തം പോയി. എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാറേ. ഏലമെല്ലാം നോക്കിയതാണ്, മൊത്തം അടിച്ച് നശിപ്പിച്ച് മൊത്തം എൻ്റെ ഏലമെല്ലാം പോയി. ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു മാർഗവും ഇല്ല ജീവിക്കാൻ. തുടർന്ന് വനംവകുപ്പിൽ വിവരമറിയിച്ചത് അനുസരിച്ച് ഇവർ എത്തിയ സമയത്ത് കാട്ടാന കൃഷിയിടത്തിൽ നിന്നും വന അതിർത്തിയിലേക്ക് മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഉൾവനത്തിലേക്ക് പോകാൻ കൂട്ടാക്കാതെ ജനവാസ മേഖലയുടെ അതിർത്തിയിൽ തന്നെ കാട്ടാന തമ്പടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷക്കാലമായി ഈ മേഖലയിൽ കാട്ടാന എത്തുന്നുണ്ട്. പക്ഷേ കാട്ടാനയെ തുരത്താനുള്ള യാതൊരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന വ്യാപക ആക്ഷേപമാണ് ഉയരുന്നത്. ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ ഉടൻ തന്നെ ഉൾവനത്തിലേക്ക് തുരത്തണം. ഇതോടൊപ്പം തന്നെ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ ഫെൻസിംഗ് വേലികൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നിർമ്മിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അല്ലാത്തപക്ഷം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.